ഇത്രയും രുചിയും ആരോഗ്യ ഗുണങ്ങളും ഒരുമിച്ചുള്ള ഒരു ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? മധുരമുള്ള ഈ ഫാഷൻ ഫ്രൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും, ഇത് മാത്രമല്ല ജ്യൂസ് അടിക്കണം എന്നില്ല, ഇത് വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഈ മഴക്കാലത്ത് ഈ പ്രതിരോധ ശക്തിയൊക്കെ ചേർത്ത് നിൽക്കാൻ ഈ ഫാഷൻ ഫ്രൂട്ടിന് കഴിയും. കാരണം ആർക്കും ഇഷ്ടമാകുന്ന ഈ ഫാഷൻ ഫ്രൂട്ട് ഇത് ഒരുപാട് കായ്ക്കുന്ന ഒരു ഐറ്റംസ് അല്ല കേട്ടോ. എന്നാലും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് ഒരിത്തിരി അധികമായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ മഴയായതുകൊണ്ട് അങ്ങനെ അങ്ങ് പഴുത്ത് വരുന്നില്ല. ഒരു വെയിൽ തെളിയുമ്പോൾ അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൽ നിന്ന് കുറച്ച് ഇത് കണ്ടോ, ഒരുപാട് അങ്ങ് പടരും. വലിയ മരങ്ങളൊക്കെ വേണം ഇത് പടരാൻ, ഒരുപാട് പടരുന്നതാണ്. പക്ഷേ എത്ര ടേസ്റ്റിയാണെന്നറിയുമോ? നല്ല മധുരമുണ്ട്. ഇതിന് ജ്യൂസ് അടിക്കുമ്പോഴോ വെറുതെയൊക്കെ കഴിക്കുമ്പോഴോ പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. കാരണം ഇതിൽ മധുരമൊന്നും ചേർക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ പറിച്ച് കഴിക്കാനൊക്കെ കഴിയും. ഞങ്ങളിവിടെ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് വെയിലൊക്കെ തെളിഞ്ഞു, അപ്പോൾ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതിലുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ ഇത് പറിച്ചെടുക്കാം. ഒരുവിധം ഒരു പഴുപ്പാകുന്ന കളറ് തന്നെ ഇത് പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് പഴുത്തോളും. പിന്നെ ഞങ്ങൾക്കിവിടെ കുരങ്ങിൻ്റെ ഒക്കെ ശല്യം ഉള്ളത് കൊണ്ട് ഇത് പഴുക്കുമ്പോഴത്തേക്കും അതെല്ലാം വന്നിട്ട് അങ്ങോട്ട് പറിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ തിന്നിട്ടിട്ട് പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ, ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഇവിടെ പറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറിച്ച് വെക്കും. എന്താണെങ്കിലും ഇന്ന് കുറച്ച് അധികം തന്നെ ഞങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, പാഷൻ ഫ്രൂട്ട് ഇത്രയും ഒന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമാണ്, ഇത് നല്ല മധുരമാണ്. കാരണം നമ്മുടെ ഇപ്പം നാടൻ ഫാഷൻ ഫ്രൂട്ടില്ലേ, നല്ല പുളിയൊക്കെ ഉള്ളത്, അപ്പോൾ അതൊന്നും അല്ല, ഇത് നല്ല പഞ്ചസാര പോലെ മധുരമുണ്ട്. എല്ലാവർക്കും കഴിക്കാം, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഒരു ഫാഷൻ ഫ്രൂട്ട് വെറുതെ കഴിക്കാം, ജ്യൂസായിട്ട് കഴിക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ തന്നെ, കിട്ടുന്നതുകൊണ്ട് നമുക്കങ്ങ് ഡയറക്റ്റ് അങ്ങ് കയ്യിൽ കഴിക്കാം. നമ്മളിങ്ങനെ ജ്യൂസായിട്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെ അടിച്ചൊന്നും വെക്കട്ടെ. ഇത് ഇപ്പം നമ്മൾ കുറച്ച് ഇവിടെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം, ഇതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് നോക്കാം. ഇത് മുറിച്ചിട്ടുണ്ട് കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഒന്നും വേണ്ട, അങ്ങ് എടുത്ത് കഴിക്കാം. ഒന്നും ആഡ് ചെയ്യണ്ട, സ്പൂണിലാക്കി അങ്ങ് കോരി കുടിക്കുക തന്നെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. സാധാരണ പുളിയാണെങ്കിൽ തന്നെ ആരും കഴിക്കത്തില്ല. ഒരു മഞ്ഞ ഫാഷൻ ഫ്രൂട്ടില്ല, അതിൽ പുളിയുള്ളത് കൊണ്ട്, നല്ല മധുരം ഉള്ളതുകൊണ്ട്, അധികം മധുരമില്ല. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല, നല്ല മധുരമാണ് കേട്ടോ. അങ്ങ് കുടിച്ചോളും. ഇത് കണ്ടില്ലേ, തേന് പോലത്തെ മധുരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് മധുരമാണ്, വെറുതെ അങ്ങ് കഴിച്ചോളും. എന്തായാലും ഇന്ന് കുറച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുക്കുക കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. പോർക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് എടുക്കാം. അതിൻ്റെ ആ വെള്ളയൊന്നും കൂട്ടാതെ തന്നെ പോർക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ജ്യൂസ് അടിക്കാം. ഇത് പെട്ടെന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് ഇതാന്ന് പറയുമ്പോഴത്തേക്കും അടിച്ച് കഴിയാം. അതിന് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കണമെങ്കിൽ ഇത്തിരി അങ്ങ് പഞ്ചസാര അങ്ങ് ചേർത്താൽ മതി. എന്തായാലും ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് കണ്ടില്ലേ, പറിച്ച ഒരു 10 എണ്ണത്തിൻ്റെ പൾപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് അല്ലാതെ വേണമെങ്കിൽ ജ്യൂസ് അടിക്കുക, നിർബന്ധമാണെങ്കിൽ മാത്രം ജ്യൂസ് അടിച്ചാൽ മതി. അല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെ കലക്കി അങ്ങനെ കുടിക്കുകയും ചെയ്യാമല്ലോ. അതാണ് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് പ്രത്യേകിച്ച് പ്രതിരോധ ശക്തിയൊക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ജ്യൂസ് ഇത് വെറുതെ എങ്ങനെ കഴിച്ചാലും മതി. ഇപ്പോൾ പനിയോ ജലദോഷമോ ഒക്കെ വരാതിരിക്കാനും വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. പക്ഷേ നമ്മൾ മരുന്ന് കഴിക്കണം, എന്നാലും നമുക്കൊരു പ്രത്യേക എനർജിയാണ് കിട്ടുന്നത്. എന്തായാലും അതിരാവിലെ വെറും വയറ്റിലൊന്നും ഇത് കഴിക്കേണ്ട. അസിഡിറ്റീൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് ഇത് വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാകും. ഒരു 11 മണിയുള്ള ആ ഒരു സമയത്തൊക്കെ ഇതങ്ങ് കഴിച്ചാൽ മതി. 11 മണി, രാവിലെ 11 മണിയോ ഒരു 4 മണിക്കുള്ളിലോ ഒക്കെ ആണെങ്കിൽ ഈ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതല്ലാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സീസണുള്ള സമയത്ത് ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നതല്ല. എന്നാലും ജ്യൂസ് അടിക്കാൻ വേണ്ടി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അധികം അങ്ങ് അടിക്കണ്ട, ഒന്നങ്ങ് അടിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് മഴക്കാലം ആയതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. എന്തായാലും ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്.
ഇതാ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, അത് കുരു അങ്ങ് ഇതായി പോയിട്ടില്ല, ഒന്നങ്ങ് കറക്കിയാൽ മതി. അത് കണ്ടില്ലേ? എന്നിട്ട് നമുക്കിത് അങ്ങ് എടുക്കാം. ഇതാ ഇതിലേക്ക് ഒരു ഇത്തിരി, ഇപ്പം മധുരം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങയുടെ ഒരു പുളി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു ഇത്തിരി പഞ്ചസാര ഇപ്പം കൂടെ, ഇപ്പം എന്താ ചെറുനാരങ്ങ നീരുള്ളത് കൊണ്ട് കുറച്ചൊരു പുളി വന്നിട്ട്, അപ്പോൾ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ അടിച്ച് നല്ല റെഡി ആയിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൊണ്ട് നമുക്ക് അച്ചാറിടുകയോ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാനൊരു അച്ചാറോ സ്ക്വാഷോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ, ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാഷൻ ഫ്രൂട്ടാണ്. കാരണം ഫാഷൻ ഫ്രൂട്ടൊന്നും വേണ്ട അത് എന്താണ് പുളിയല്ലേ എന്ന് പറയുന്നവർ കൂടി ഇത് കഴിച്ചു പോകും. അതുകൊണ്ട്